നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടികളോട് വരെ നല്ല കാരുണ്യത്തോടുകൂടെ സംസാരിക്കുന്ന നേതാവാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു സംഭവം പറയുന്നുണ്ട്. ആയിഷ ബീവി പറയാണ്, എനിക്ക് കളിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിൻ്റെ അടുത്ത് കുറച്ച് കൂട്ടുകാരികളുണ്ടായിരുന്നു. അവർ എന്നോടൊപ്പം കളിക്കാൻ വേണ്ടി എൻ്റെ വീട്ടിലേക്ക് വരാറുണ്ട്, ഞങ്ങൾ കളിക്കാറുമുണ്ട്. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതായി അവർ കണ്ടാൽ അവർ ഒളിഞ്ഞു പോയി ഇരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കൂട്ടുകാരികളെല്ലാം ഒരുമിച്ച് കൂട്ടി എന്നോടൊപ്പം കളിക്കാൻ അവരോട് പറയാറുണ്ടായിരുന്നു എന്ന് അവരോടൊപ്പം എന്നോട് കളിക്കാൻ പറയുകയും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കളിക്കാറുമുണ്ട് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. കുട്ടികളോടും കാരുണ്യത്തോടു കൂടെയായിരിക്കണം സംസാരിക്കേണ്ടത്. നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മക്കളോടൊപ്പം കളിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ, അവരെ കൂട്ടുകാരെ നമ്മൾ ഒരിക്കലും ഓടിച്ച് അവരെ അവിടെ നിന്ന് പറഞ്ഞേക്കാൻ സാധ്യമല്ല. മറിച്ച് അവർക്കും കളിക്കാൻ സമയം കൊടുക്കണം, സന്ദർഭമുണ്ടാക്കണം, ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് അവരെ മാറ്റുകയും വേണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആർക്കും മാതൃകയാണ്. നേതാക്കൾക്കും ടീച്ചേഴ്സിനും ജോലിക്കാർക്കും എല്ലാവർക്കും ഒരു മാതൃക മുത്തുനബിയിലുണ്ട് എന്ന് നമുക്ക് ഈ ചരിത്രങ്ങളെല്ലാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അല്ലാഹു തആല നല്ലത് മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, ആ മുത്തുനബിയുടെ പാതയാണ് നമ്മളെല്ലാ ആളുകളും പിൻപറ്റേണ്ടത്. കളിയെന്ന് പറയുന്നത് വിനോദം, അതെല്ലാം ആരോഗ്യമാണ്. കളിക്കലിലൂടെ നമ്മൾ വിയർത്ത് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ആരോഗ്യം ലഭിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. പക്ഷേ കളിക്കുന്നത് നല്ല കളിയായിരിക്കണം, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നല്ല നിലക്ക് നമ്മുടെ മക്കളെ വളർത്താൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.